ഏവർക്കും അബിക ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ജിൻസിയാണ്. വില്ലൻ എണ്ണ മാത്രമല്ല, ഹൃദയാരോഗ്യത്തിന് 30 കഴിഞ്ഞവർ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. കൊളസ്ട്രോൾ അല്പം ഒന്ന് കൂടിയാലും ചെറിയൊരു നെഞ്ചരിച്ചിൽ വന്നാൽ പോലും ആളുകൾ പേടിച്ചകറ്റി നിർത്തുന്ന ഒരു ഭക്ഷ്യവസ്തുണ്ട്, എണ്ണ. രക്തക്കുഴലുകൾ ബ്ലോക്ക് ഉണ്ടാക്കുകയും ഹൃദ്രോഗത്തിന്റെ വെല്ലുവിളി സൃഷ്ടിക്കുകയും ചെയ്യുന്ന പ്രധാനി എണ്ണയാണെന്ന് മിക്കവരും കരുതുന്നത്. എന്നാൽ അത് പൂർണ്ണമായും ശരിയല്ലെന്ന് പ്രശസ്ത കാർഡിയോളജിസ്റ്റും പത്മശ്രീ പത്മഭൂഷൺ അവാർഡ് ജേതാവുമായ ഡോക്ടർ ദേവി പ്രസാദ് ഷെഡ്ഡി പറയുന്നത്. എല്ലാ പഴിയും എണ്ണ കേൾക്കുമ്പോൾ ഒന്നും മിണ്ടാതെ ഹൃദയാരോഗ്യത്തെ തകർക്കുകയാണ് മധുരവും പഞ്ചസാരയും ചോറും ചപ്പാത്തിയും എല്ലാം എന്ന് ഡോക്ടർ ഷെഡ്ഡി ഉദ്ധരിച്ച ഒരു ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു. ഇവയിലെല്ലാം അടങ്ങിയിരിക്കുന്ന കാർബോഹൈഡ്രേറ്റ് ആണ് ഹൃദയത്തിന്റെ യഥാർത്ഥ വില്ലൻ. ഹൃദയാഘാതം മൂലമുള്ള മരണങ്ങൾ വർദ്ധിച്ചു വരികയും ഹൃദ്രോഗ ബാധിതരുടെ എണ്ണം കൂടി വരികയും ചെയ്യുമ്പോൾ ഹൃദയാരോഗ്യം സംരക്ഷിക്കാൻ എല്ലാവരും ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് ഡോക്ടർ എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ജീവിത ശൈലിയാണ് മാറേണ്ടത്. ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുന്നതോടൊപ്പം തന്നെ വളരെ ആക്റ്റീവായ ജീവിത ശൈലി പിന്തുടരുക എന്നതാണ് ഹൃദയാരോഗ്യത്തിന് ചെയ്യേണ്ട പ്രധാന കാരണം. എണ്ണയെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മധുരവും പഞ്ചസാരയും ചോറും ചപ്പാത്തിയും അതിലെല്ലാം അടങ്ങിയിരിക്കുന്ന കാർബോഹൈഡ്രേറ്റും ഹൃദയത്തിന് മോശമാണ്. നടത്തം അടക്കം കൃത്യമായ എക്സസൈസും പതിവായ ഹൃദയാരോഗ്യ പരിശോധനകളും ഹൃദയാരോഗ്യം സംരക്ഷിക്കാനും നിരീക്ഷിക്കാനും ആവശ്യമാണ്. കൊളസ്ട്രോളോ ഹൃദ്രോഗമോ നെഞ്ചുവേദനയോ വരുമ്പോൾ മാത്രമേ ആളുകൾ ഹൃദയാരോഗ്യത്തെ കുറിച്ച് ബോധവാന്മാരാകുകയുള്ളൂ. സ്ഥിരമായ ഹൃദയാരോഗ്യത്തിന്റെ പരിശോധനകൾ നടത്തുകയും രക്തക്കുഴലിലെ ബ്ലോക്കുകളും മറ്റു പ്രശ്നങ്ങളും നേരത്തെ കണ്ടുപിടിക്കുകയും ചെയ്താൽ ഹൃദയാഘാതം കൊണ്ടുള്ള നിരവധി മരണങ്ങൾ തടയാൻ സാധിക്കും. 30 വയസ്സ് പിന്നിട്ട എല്ലാ ആളുകളും യോഗ പരിശീലിക്കണമെന്നും ദിവസവും 10,000 അടിയെങ്കിലും നടക്കണമെന്നും ഡോക്ടർ ഷെഡ്ഡി ഉപദേശിക്കുന്നു. പുകവലിയും മദ്യപാനവും ഉപേക്ഷിക്കുക എക്കാലത്തെയും പോലെ തന്നെ എപ്പോഴും പ്രസക്തമാണ്. സ്മാർട്ട് വാച്ച് പോലെ ആരോഗ്യത്തെക്കുറിച്ചുള്ള സൂചനകൾ നൽകുന്ന സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്താൻ ആളുകൾ തയ്യാറാകണമെന്നും ഡോക്ടർ ഷെഡ്ഡി പറയുന്നു. 10,000 അടി നടത്തം. ദിവസവും 10,000 അടി നടക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന ആരോഗ്യ നേട്ടങ്ങൾ നിരവധി ശാസ്ത്രീയ പഠനങ്ങൾ ശരിവെക്കുന്നുണ്ട്. ഇവർക്ക് ഓർമ്മക്കുറവ്, ക്യാൻസർ, മറ്റു രോഗങ്ങൾ എന്നിവയ്ക്കുള്ള സാധ്യത കുറവാണ്. എന്നാൽ ഇതിൽ കുറഞ്ഞ ദൂരം നടന്നവർക്ക് 10,000 അടി നടന്നവരെ അപേക്ഷിച്ച് ഹൃദയാരോഗ്യ പ്രശ്നങ്ങളും നിയന്ത്രണാതീതമായ പ്രമേഹവും ഉണ്ടാകുന്നതായി പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഗവേഷകർ ഒരു ദശാബ്ദക്കാലം 13,000 സ്ത്രീകളെ പിന്തുടർന്നു. കൂടുതൽ നടക്കുന്നവർക്ക് സ്ട്രോക്ക് സാധ്യത 21% കുറവാണെന്ന് കണ്ടെത്തി. നടത്തം ആരോഗ്യകരമായ രക്തസമ്മർദ്ദം നിലനിർത്താൻ സഹായിക്കുന്നു. രക്തചംക്രമണം മെച്ചപ്പെടുത്തുന്നു. ധമനികളിൽ പ്ലാക്ക് അടിഞ്ഞുകൂടുന്നതിനെ കുറയ്ക്കുന്നു. ഇവയെല്ലാം ഹൃദയാഘാത സാധ്യത കുറയ്ക്കുന്നതാണ്. നടത്തത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങളിലൊന്ന് ഹൃദയാരോഗ്യത്തിന് നല്ല രീതിയിൽ സ്വാധീനിക്കുന്നു എന്നതാണ്. ഒരു ദിവസം 10,000 ചുവടുകളെങ്കിലും നടക്കുന്നത് ഹൃദ്രോഗ സാധ്യത 50% വരെ കുറയ്ക്കുമെന്നും അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ നടത്തിയ ഗവേഷണത്തിൽ കണ്ടെത്തി. പതിവ് നടത്തം രക്തസമ്മർദ്ദം കുറയ്ക്കാനും കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കാനും രക്തചംക്രമണം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. ഇവയെല്ലാം ആരോഗ്യകരമായ ഹൃദയത്തിന് സംഭാവന ചെയ്യുന്നു. നേരത്തെയുള്ള രോഗനിർണയം. ഹൃദയാരോഗ്യം നിലനിർത്താൻ പതിവ് ആരോഗ്യ പരിശോധനകൾ നിർണായകമാണ്. ഈ പരിശോധനകളിലൂടെ സമയനിബന്ധിതമായ ആരോഗ്യ ഇടപെടൽ സാധിക്കുകയും സാധ്യതയുള്ള പ്രശ്നങ്ങളെ നേരത്തെ കണ്ടെത്താൻ കഴിയുകയും ചെയ്യുന്നു. നിശബ്ദ കൊലയാളി എന്നാണ് ഹൃദ്രോഗങ്ങൾ അറിയപ്പെടുന്നത്. ഒരു സൂചനയും നൽകാതെ അവ അപകടകരമായി മാറുകയും പെട്ടെന്ന് ജീവൻ തന്നെ ആപത്തുണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇതിനെതിരെ പതിവ് നിരീക്ഷണം അത്യാവശ്യമാണ്. ഉയർന്ന രക്തസമ്മർദ്ദം അല്ലെങ്കിൽ കൊളസ്ട്രോൾ പോലുള്ള അപകട സാധ്യതാ ഘട്ടങ്ങൾ നേരത്തെ തിരിച്ചറിയുന്നതിലൂടെ ആളുകൾക്ക് അവരുടെ ഹൃദയത്തെ സംരക്ഷിക്കാൻ പ്രതിരോധ നടപടികൾ സ്വീകരിക്കാൻ കഴിയുന്നതാണ്. പതിവ് പരിശോധനകളുടെ പ്രയോജനങ്ങൾ. പതിവ് പരിശോധനകൾ ഒരാളുടെ ഹൃദയത്തിന്റെ അവസ്ഥയെക്കുറിച്ച് സമഗ്രമായ ഒരു അവലോകനം നൽകുന്നു. രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ, ECG തുടങ്ങിയ പരിശോധനകൾ ഹൃദയാരോഗ്യ പരിശോധനയുടെ ഭാഗമാണ്. ഇവയിലൂടെ ഹൃദയവുമായി ബന്ധപ്പെട്ട അനാരോഗ്യവും മറ്റ് അപകട സാധ്യതകളും നേരത്തെ തിരിച്ചറിയാൻ സാധിക്കും. ജീവിതശൈലി മാറ്റങ്ങളുടെ പങ്ക്. പതിവ് പരിശോധനയ്ക്കൊപ്പം തന്നെ ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കുന്നതും പ്രധാനമാണ്. സമീകൃത ആഹാരം, ചിട്ടയായ എക്സസൈസ്, പുകവലി ഒഴിവാക്കൽ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഈ മാറ്റങ്ങൾ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നതിനുള്ള സാധ്യത ഗണ്യമായി കുറയ്ക്കുന്നതാണ്. ഈ വീഡിയോ പൊതുജനങ്ങൾക്കായി ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. താങ്ക് യു.